കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്ക് ഒന്ന് ചേർന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. Just as you accepted Christ Jesus as your Lord, you must continue to follow Him. Let your roots grow down into Him, and let your lives be built on Him. Then your faith will grow strong in the truth you were taught, and you will overflow with the thankfulness. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ ഒരു വചനമാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ കൊലോസ്യ സഭയോട് പറയുന്നത്. നമുക്കിന്ന് വിശ്വാസത്തിൽ എങ്ങനെ ശക്തി പ്രാപിക്കണം എന്നുള്ളതാണ്. അതിൽ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ വേര് എവിടെയായിരിക്കണം? ക്രിസ്തുവിൽ. എന്നൊരു ചോദ്യം ചോദിക്കട്ടെ, വാട്ട് ഹാപ്പൻസ് ടു എ ട്രീ വിത്തൗട്ട് റൂട്ട്? എന്ത് സംഭവിക്കും? രണ്ട് കാര്യം സംഭവിക്കും. ഇറ്റ് വിതേഴ്സ് ആൻഡ് ഫോൾ ഡൗൺ, അല്ലേ? അത് ഉണങ്ങിപ്പോകും, മറിഞ്ഞും വീഴും. വേര് അൺസീൻ സംഗതിയാണ്, അല്ലേ? കാണാൻ പറ്റുമോ? പക്ഷേ കണ്ടില്ലെങ്കിലും അതാണ് ഒരു വൃക്ഷത്തിന്റെ ശക്തിയും പവറും. So, just as root sustain a tree, the word of God sustains a believer. വചനത്തിലാണ് നമുക്ക് വളരുവാൻ കഴിയുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഈ വചനത്തിൽ ഉണ്ട്, let your faith will grow strong in the truth. കൊലോസ്യ ലേഖനത്തിൽ പറയുക, let your faith will grow strong in the truth. The truth എന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം കേട്ടോ. കുറെ വചനങ്ങൾ ഞാനിങ്ങനെ പറയും കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം കർത്താവ് തന്നെ പറയുകയാണ്, യുവർ വേർഡ് ഈസ് ട്രൂത്ത്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, എന്റെ വചനം തന്നെ സത്യമല്ലോ. അപ്പോൾ സത്യത്തിൽ വേരൂന്നുവാൻ പറയുമ്പോൾ അത് ക്രിസ്തുവാണ്, ക്രിസ്തു വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് എങ്ങനെയാണ്? The beginning was the word, and the word was with God, and the word was God. അപ്പോൾ വചനം ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. ഞാൻ ഈ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം വചനത്തിനും ചെയ്യാൻ പറ്റും. ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആർക്ക് ചെയ്യാം? വചനത്തിന്. അതിന്റെ ഒരു കാരണം കൂടിയുണ്ട്. സർവ്വലോകവും വചനത്താലാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. സകല ലോകവും എബ്രായർ 11:2 കേട്ടോ. എബ്രായർ 11:2 സകല പ്രപഞ്ചവും, the universe was created by the word of God. നമ്മൾ ഇതിനെ 2 പാർട്ടാക്കി ഇപ്പൊ തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് rooted in the word of God, perishing in faith. ഒന്നാമത്തെ ചിന്ത ഇതാണ്, rooted in the word of God, perishing in faith. എന്താ അങ്ങനെ പറയാൻ കാര്യം? വചനത്തിൽ വേരൂന്നാതെ വിശ്വാസത്തിലേക്ക് വരാൻ കഴിയുകയില്ല. എന്റെ കാരണം എന്താണെന്ന് അറിയാം. എന്റെ സബ് പോയിന്റ് ആണ്, the word is the source of faith. The word is the source of faith. എവിടെയാണ് അതിന്റെ റെഫറൻസ്? റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം വായിച്ച്. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. So then faith comes by hearing, and hearing by the word of Christ.
വിശ്വാസം വരുന്നത് എങ്ങനെയാണ്? കേൾവിയാൽ. എന്ത് കേൾക്കണം? നമ്മൾ ഇതെല്ലാം അറിഞ്ഞത് എങ്ങനെയാണ്? കേട്ടിട്ടല്ലേ? എങ്ങനെയാ അറിഞ്ഞത്? കേട്ടിട്ട്. കേൾക്കണമെങ്കിൽ എന്ത് വേണം? വചനം വേണം. കേൾക്കണമെങ്കിൽ എന്ത് വേണം? വചനം വേണം. അതുകൊണ്ട് പരിശുദ്ധനായ തീമോഥെയോസിനോട് പരിശുദ്ധനായ പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? തീമോഥെയോസ് വളരെ യൗവനക്കാരൻ, ജീവിതത്തിൽ പലവട്ടം വീണുപോയി, പല പാപങ്ങളിലേക്ക് പോയി. വിശ്വാസം മരവിക്കും. ഈ പാപത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? വിശ്വാസത്തെ മരവിപ്പിച്ചിട്ടാണ് ഏതിലേക്ക് പോണത്? ദൈവം ഒരു കാര്യം ഏതും തോട്ടത്തിൽ പറഞ്ഞു, തിന്നരുത്. ഔവ പാപം ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞ ഈ വചനത്തെ എന്ത് ചെയ്യണം? മരവിപ്പിക്കണം. എന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ വചനം മരവിക്കുമ്പോഴാണ് പാപത്തിലേക്ക് പോകുന്നത്. അവിടെ പാപത്തിന്റെ പ്രശ്നം വചനത്തിന് ജീവനില്ലാതെ വരികയാണ്. അതുകൊണ്ട് തീമോഥെയോസിനോട് ഒരു സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? മകനെ തീമോഥെയോസേ, നിന്റെ ജീവിതത്തിൽ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ഗോഡ് ബ്രെത്ത്. ഒരു സ്ത്രീ പറഞ്ഞു കൊടുക്കുക, എല്ലാ തിരുവഴുത്തിലും എന്തുണ്ട്? ദൈവത്തിന്റെ ശ്വാസം. എല്ലാ വചനത്തിലും ദൈവത്തിന്റെ ശ്വാസമുണ്ട്. 2 Timothy chapter 3 verse 16. All scripture is God breathed, useful for teaching, reproof, correction and training. വചനം വഴിയല്ലാതെ മകനെ തീമോഥെയോസേ, നിനക്ക് പാപത്തെ ജയിക്കാൻ കഴിയില്ല. അതിന്റെ കാരണമാണ് പറഞ്ഞത് ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ഗോഡ് ബ്രെത്ത്. എന്താണ് ഈ ദൈവത്തിന്റെ ശ്വാസം? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 7-ാം വാക്യം എന്താണെന്നറിയാമോ? ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞു, അവന്റെ മൂക്കിൽ എന്ത് ചെയ്തു? അപ്പൊ അവൻ എന്തായി? അപ്പൊ ദൈവത്തിന്റെ ശ്വാസത്തിന് എന്ത് പ്രത്യേകതയുണ്ട്? അപ്പൊ ദൈവത്തിന്റെ ശ്വാസം കാറ്റാണ്. ആ കാറ്റിൽ എന്തുണ്ട്? ജീവൻ എന്ന് പറഞ്ഞാൽ ആത്മാവുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ എന്നാ ഉണ്ട്? എനിക്ക് ഈ ശബ്ദം വരണമെങ്കിൽ എന്ത് വേണം? ശ്വാസം വേണം. എന്റെ ശബ്ദം പോകുമ്പോൾ ശബ്ദം വരാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് പറയാമോ? കാറ്റ് പോയെന്ന് പറയും. എന്താ പറയുന്നത്? കാറ്റ് പോയെന്ന് പറയും. പിന്നെ ശബ്ദം വരത്തില്ല. ഈ കാറ്റുണ്ടെങ്കിലേ എന്തുള്ളൂ? ശബ്ദം. എല്ലാ വചനത്തിലും എന്തുണ്ട്? ദൈവത്തിന്റെ കാറ്റുണ്ട്, റൂഹ. എല്ലാ വചനത്തിലും റൂഹയുണ്ട്. പ്രിയമുള്ളവരെ, വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്നാ വരും? റൂഹ വരും. എന്ത് വരും? ഒരു റൂഹ ഇല്ലാതെ പാപം ജയിക്കില്ല കേട്ടോ. എല്ലാവരും പോരാടുക കിടന്നു. നമ്മുടെ ശരീരം ഒന്നിനും പ്രയോജനപ്പെടുത്തില്ല. ഒരു വാക്യം വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ യേശുവമ്പുരാൻ പറയാണ്, മക്കളെ, ശരീരം പാപത്തെ ജയിക്കാൻ സമ്മതിക്കില്ല. യേശുവാണ് പറയുന്നത്. ശരീരം ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല. പകരം ഞാൻ ഈ പറയുന്ന വചനത്തിൽ ആത്മാവും ജീവനുമുണ്ട്. വചനത്തിൽ എന്നാ ഉണ്ട്? ആത്മാവിനും ജീവനും. ദൈവത്തിന്റെ വചനത്തിൽ ആത്മാവുണ്ട്, ജീവനുണ്ട്. അപ്പോൾ വചനം വരുമ്പോൾ ആത്മാവ് വരും. ആത്മാവ് വന്നാലേ ഏതിനെ ജയിക്കാൻ പറ്റുള്ളൂ? പാപങ്ങളെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവ് വരുമ്പോഴാണ് വിശ്വാസം നമ്മളിൽ ഉണ്ടാകുന്നത്. കാരണം വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റാണ്. അതെവിടെയാ പറയുന്നത്? 1 Corinthians chapter 12 കേട്ടോ. 1 Corinthians chapter 12 പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റാണ് എന്ത്? വിശ്വാസം. 1 Corinthians എടുത്ത് 1 Corinthians 12-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, അതിന്റെ 9-ാമത്തെ വാക്യം, വേറൊരുവന് അതേ ആത്മാവിൽ എന്നാ കിട്ടുന്നു? വിശ്വാസം. അപ്പൊ വിശ്വാസം വരുന്നത് വചനത്തിലാണ്. വചനത്തിൽ എന്നാ ഉണ്ട്?
ആത്മാവുണ്ട്. വചനത്തിൽ എല്ലാം ഉണ്ട്. സോ വചനത്തിൽ ആത്മാവുണ്ട്. ആത്മാവ് ഉള്ളത് കൊണ്ട് തന്നെ പ്രിയമുള്ളവര്, ഓരോ വചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. വചനത്തിൽ ആത്മാവുള്ളത് കൊണ്ട് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വചനം വളരെ ശക്തമായിട്ട് ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു സബ് പോയിന്റ് ആണ് എന്താ? The word gives life and strength. വചനം നമുക്ക് ജീവനും ശക്തിയും തരും. വചനം നമുക്ക് എന്ത് തരും? ജീവനും ശക്തിയും. എന്താണ് ഈ ജീവൻ? എന്താണ് ഈ ജീവൻ? യെഹെസ്കേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുക ഇസ്രായേലിനോട്. ഇസ്രായേലിൽ ആരും മരിച്ചിട്ടില്ല, പക്ഷേ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേലേ, എന്തിന് നീ ഇങ്ങനെ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഒരു ജോലി ചെയ്യാൻ തോന്നുന്നില്ല, തുണി നനയ്ക്കാൻ തോന്നുന്നില്ല. എന്താ കാരണം? വല്ലാത്ത അസ്വസ്ഥത, ഒരു ജീവനില്ല. അപ്പൊ പ്രവാചകൻ പറയുകയാണ്, ഈ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ ജീവനില്ലാത്തത്. അത് മാറണമെങ്കിൽ ആത്മാവിനെ ചോദിക്കണം. ആത്മാവ് വരുന്നത് വചനത്തിലുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം എന്താണ്? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമാണ്. The word of God is living and active. എല്ലാ വചനത്തിലും ജീവനുണ്ട്. അത് പ്രവർത്തിക്കുന്നതാണ്. വചനം പ്രവർത്തിക്കും. വചനത്തിന് ജീവനുണ്ട്. വചനം പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ജീവിതത്തിൽ പ്രത്യാശയും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നത് വചനം വഴി. എത്രയോ പേര് സങ്കീർത്തനങ്ങൾ വായിച്ച് ജീവിക്കുന്നുണ്ടെന്നല്ല. ആത്മഹത്യ ചെയ്യാനിരുന്ന പലരും സങ്കീർത്തനങ്ങൾ വായിച്ചപ്പോൾ മുന്നോട്ട് പോയി ജീവിച്ചു. കാരണം വചനത്തിൽ എന്തുണ്ട്? ജീവനുള്ളത് കൊണ്ട് നമ്മളെ അത് ചലിപ്പിക്കും. അതുകൊണ്ടാണ് കർത്താവ് സാത്താനോട് പറഞ്ഞത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടു എന്ത് ചെയ്യും? ജീവിക്കും. കേട്ടോ, വചനത്താൽ ജീവിക്കാൻ പറ്റുമോ? ഞാൻ ആശ്രമത്തിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നു. കോടിക്കണക്കിന് പൈസ ബാധ്യതയുണ്ട്. നാഗ്പൂർ സെമിനാരി പഠിച്ച ഒരു ഷമ്മാച്ചന്റെ അമ്മാച്ചനാണ്. നാഗ്പൂർ സെമിനാരിക്കാർ ഫീൽഡ് വർക്ക് വന്നപ്പോൾ ആ ഷമ്മാച്ചനാണ് ഈ അമ്മാച്ചനെ ഇങ്ങോട്ട് വിളിച്ചത്. സൂയിസൈഡ് ചെയ്യാനിരിക്കുക, സ്ഥലം ജപ്തി ചെയ്തു. അദ്ദേഹം ഒരു വാടക വീട്ടിലാണ്, ഭാര്യ 2 പേർ. അപ്പൊ ആ ഷമ്മാച്ചനാണ് വിളിച്ച് ഇവിടെ വന്നത്, എനിക്ക് പ്രാർത്ഥിക്കും. കോടിക്കണക്കിന് വലിയൊരു എമൗണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് സന്ധ്യ പ്രാർത്ഥന നടന്നപ്പോ ഞാനൊരു വചനം ഇങ്ങനെ ശ്രദ്ധിച്ചു. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു. അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലേ? ഇതിന്റെ ഒരു വചനം ഇങ്ങനെ പറയാണ്, ഞാൻ ഏറ്റവും ക്ഷീണിച്ചു നിന്റെ വചനപ്രകാരം. കേട്ടിട്ടുണ്ടോ? 119 സങ്കീർത്തനത്തിലെ ഒരു വാക്യം, ഞാൻ ഏറ്റവും ക്ഷീണിച്ചു നിന്റെ വചനപ്രകാരം. അപ്പൊ ഏറ്റവും ക്ഷീണിച്ചവർക്ക് ജീവൻ നൽകാൻ ഏതിന് കഴിയും? ദൈവം ഒരു വചനം അയച്ചാൽ മതി. ദൈവം ഒരു വചനം അയച്ചാൽ മതി. ഏറ്റവും ക്ഷീണിച്ചവരെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ പ്രിയമുള്ളവരെ, ഞാൻ ഈ സഹോദരനോട് പറഞ്ഞ ഈ പള്ളിയിലിരുന്ന് വേറെ ദിവസം വായിക്കാറുണ്ടോ? ഇല്ല, എക്സർവൈസ് അദ്ദേഹം വേറെ ദിവസം വായിക്കാറുണ്ട്. വീട്ടിൽ പ്രാർത്ഥന അത് വളരെ കുറവാച്ച, തിരക്കാണ് ജീവിതം. ഞാൻ പറഞ്ഞു, ഏതായാലും ഇവിടെ വന്നതന്നെ, ഒന്ന് വേറെ ദിവസം വായിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ വായിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ ഇരുന്നപ്പോൾ എന്താണെന്നറിയാമോ? കിടന്നാൽ എന്ത് വരത്തില്ലായിരുന്നു? ഉറക്കം വരത്തില്ല. കാരണം അതുപോലെ കടമാണ്, ഒട്ടും ഉറക്കം വരത്തില്ല. ഇവിടെ പള്ളിയിൽ നിന്ന് വേറെ ദിവസം കൊടുത്തപ്പോൾ എന്നോട് വന്നേച്ച് പറഞ്ഞു, അച്ഛൻ വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചത് അതെന്താ? എടുക്കുമ്പോഴേ ഉറക്കം വരും. അതെന്താ സുഖം? ഇത് ശ്രദ്ധിച്ച്, നിങ്ങൾ വേറെ എന്തെടുത്താലും എന്ത് വരുന്നില്ല? ഇത്രയും കടമുള്ള ഒരു മനുഷ്യന് ഏതെടുക്കുമ്പോൾ ഉറക്കം വരുന്നു. അപ്പൊ ഇതാരാ ഇതിന്റെ പുറകിൽ? ശരീരം ക്ഷീണിപ്പിക്കും. സാത്താന്റെ പ്രവർത്തനം നമ്മളെ ശ്രദ്ധിക്കണം. ഇത് വചനം വന്നു കഴിഞ്ഞാൽ, ഞാൻ പ്രാർത്ഥനയോഗം നടത്തി. ഞാൻ ആദ്യം വികാരിയായിരുന്ന 20 വർഷം മുന്നേ വികാരിയായിരുന്ന അതേ പള്ളിയിൽ എപ്പോഴും. അപ്പൊ അന്ന് പ്രാർത്ഥനയോഗം വളരെ, നമ്മൾ കൊച്ചത്തിനാണ്, നമ്മൾ പ്രാർത്ഥനയോഗം ഭയങ്കര ആക്റ്റീവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പ്രാർത്ഥനയോഗത്തിന് 3 വേദഭാഗം വായിക്കും. ആദ്യത്തെ വേദഭാഗം പഴയ നിയമം വായിക്കുമ്പോൾ കുറെ ആൾക്കാർ വായിക്കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും. രണ്ടാമത്തെ വായിക്കുമ്പോഴത്തേക്കിനും കുറച്ച് പേരുകൂടിയായി. മൂന്നാമത്തത് അച്ഛൻ്റെ ഒരു വലിയ ദൗത്യമുണ്ട്. എന്താണെന്നറിയാമോ?
സങ്കീർത്തനം വായിച്ചു കൊടുക്കണം. ജനങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ സങ്കീർത്തനം വായിച്ചു കൊടുക്കുന്നത് യഹോവ എന്റെ ഓഹിയാവുന്ന കേൾക്കുന്ന എന്നറിയാം. നോക്കുമ്പോ ഒരപ്പച്ചന് ഏറ്റവും വേണ്ടിയിരുന്ന ഇങ്ങനെ വായി പിടിച്ചിരുന്നു ഓർക്കണം. ചുറ്റും ഞാൻ നോക്കിയപ്പോൾ ആദ്യം നടക്കിരുന്നവരെല്ലാം ഇപ്പൊ എവിടെയായി? ഭിത്തിയുടെ സൈഡിലായി. എല്ലാം എവിടെയായി? ഞാനിങ്ങനെ ആലോചിച്ചു, പ്രാർത്ഥന ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? നിർത്താം. പ്രാർത്ഥന ഒന്ന് നിർത്തിയേക്കാം. അങ്ങനെ പ്രിയമുള്ളവരെ, അന്നത്തെ പ്രാർത്ഥന യോഗത്തിൽ ഞാൻ പ്രഖ്യാപിച്ചു, ഇങ്ങനെ ഉറങ്ങാനാണെങ്കിൽ നമ്മൾ എന്ത് നടത്തുന്നില്ല, നിർത്തിയേക്കാം. പ്രിയമുള്ളവരെ, ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ഈ വായി പൊളിച്ച് കൂർക്കം വലിച്ച അപ്പച്ചൻ വന്നേ ചില കയ്യെ പിടിച്ചു. എന്താ പണിയ? പ്രാർത്ഥനവും നിർത്താനോ? എനിക്ക് നല്ല വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. ആ അപ്പച്ചൻ ആ കൂർക്കം വലിച്ച് ഞാൻ പറയാം, അപ്പച്ചൻ എല്ലാവരും ഉറക്കുക. എന്നെ പിടിച്ചുകൊണ്ട് കുറച്ചുകൂടെ വീടിന്റെ സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് പറയാം, അച്ഛാ എനിക്കൊരു കാര്യം അച്ഛനോട് പറയാനുണ്ട്. ഞാൻ ആകെ ഉറങ്ങുന്നത് വീട്ടിലിരുന്ന് ഉറക്കം വരുന്നില്ല. ഈ മക്കളെ ഉമ്മാനെ കാണുമ്പോൾ ആകെ പ്രശ്നം. ഇത്രയും സുഖമായിട്ട് ഉറങ്ങുന്ന ഏതിനാണ്? ഇതോടെ നിർത്തിയാൽ തീർന്നു, ഞാൻ വല്ലതും ചെയ്യും. അപ്പൊ ഞാൻ തീരുമാനിച്ചു നിർത്തുന്നില്ല. കാരണം അവർക്ക് സമാധാനം വരും. ഈ വചനം വരുമ്പോഴേ ചിലർക്ക് നമുക്ക് പീസാവും. വചനം വരുമ്പോഴേ പീസ്ഫുൾ, റിലാക്സ്. പ്രിയമുള്ളവര്, വചനത്തിൽ എല്ലാം ഉണ്ട്. ആത്മാവുണ്ട്, ജീവനുണ്ട്, ചൈതന്യമുണ്ട് കേട്ടോ. ഒരു മനുഷ്യൻ കടബാധ്യതയുള്ള ഒരു മനുഷ്യനോട് വന്ന് പറയാം, അച്ഛൻ വായിക്കാൻ പറ്റുന്നത് ഭയങ്കര ഉറക്കമാണ്. ഞാൻ പറയും പോരടിക്കും. എന്നാ ഉറങ്ങിയാലും ഞാൻ എന്ത് ചെയ്യും? വായിക്കാൻ പറയും. അതിന് വേറെ പുസ്തകം തുറന്നിട്ട് അദ്ദേഹം എൻ്റെ അടുക്ക് വന്നു കേട്ടോ. എന്നാന്നറിയാമോ? ആവർത്തന പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം എൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കുകയാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം. അല്ല, 33-11 പറഞ്ഞേ. വായിച്ച് ആ മനുഷ്യന് കിട്ടിയതാണ്. യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ, അവന്റെ എതിരാളികളും അവനെ ദേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം. ഞാൻ പറഞ്ഞു ഇനി വേറെ ദിവസം കൂടെ വായിക്കേണ്ടി, ഇത് തന്നെ കൊണ്ട് വായിച്ചോളാം. യഹോവേ എന്റെ ധനത്തെ എന്ത് ചെയ്യണമേ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ത് ചെയ്യണമേ, എന്നെ തകർക്കുന്ന എതിരാളികളും എനിക്കെതിരെ നിൽക്കുന്നവരുടെയും അരകൾ തകർന്നു പോകണമേ. അപ്പൊ നമ്മൾ ആരെ ആലോചിക്കണം? അയൽവക്കക്കാരനെയും പിന്നെ കുറച്ച് പേർ കൂടി ചിന്തയുണ്ട്, കൂടോത്രം ചെയ്തവരുണ്ടല്ലോ. ഇവരൊന്നും അല്ല. ഇതാരാണിത്? സാത്താൻ. ആരാണ്? നിന്നെ ഈ ഓർക്കിച്ച സാത്താൻ. അവന്റെ ആരെ തകരണം? കർത്താവേ, സ്നേഹമുള്ളവര് 2 മക്കൾ പഠിച്ചു നിൽക്കുവരും. നേഴ്സിംഗ് കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്നില്ല, എത്രയോ പരീക്ഷയുണ്ട്. ഇവരപ്പൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വഴിക്ക് പ്രിയമുള്ളവരെ ദൈവം വഴി തുറക്കുകയാണ്. വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം വചനത്തിനും ചെയ്യാൻ പറ്റും. ഒരു വചനം ഞാൻ പറയട്ടെ, എന്തിനൊക്കെ ആവർത്തിച്ച് വായിച്ചത്? ഈ അപ്പച്ചനല്ല കേട്ടോ, ചേട്ടൻ. ഈ ചേട്ടൻ നല്ല ബോൾഡാണ് കേട്ടോ. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ ചേട്ടനോട്, എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം എന്നാ ചെയ്യും? ഞാനൊരു 10-20 പ്രാവശ്യം പറഞ്ഞു എന്തോ. ഇവിടെ കൂളായിട്ട് നടന്നെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോ എന്നാ പറ്റുമെന്ന് അറിയാമോ? നിങ്ങൾ പറ, വീട്ടിൽ ചെല്ലുമ്പോ എന്നാ പറ്റും? ഇരുന്നിങ്ങനെ മുറി കയറിയിട്ട് ആലോചിക്കും. അപ്പൊ ഭാര്യ വന്നേ ചോദിക്കും, ചേട്ടാ എന്നാ പറ്റി? അപ്പൊ ഞാൻ പറഞ്ഞു, വചനത്തിന് എന്നാ പറ്റി? വചനം എന്തായി മാറി? വചനം എന്തായി മാറി? വിശ്വാസം. വചനം എന്തായി മാറി? അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്ന വചനങ്ങൾ എന്തായി മാറും? യഹോവേ എന്റെ ദാനത്തെ അനുഗ്രഹിക്കണമേ, അത് അനുഗ്രഹിച്ചു എന്ന വിശ്വാസം വരും. ഇത് ആവർത്തിക്കുമ്പോൾ കർത്താവ് അരുളി ചെയ്തത്, വിശ്വസിച്ചവൾ ഭാഗ്യവതി.
ഒറ്റ വചനത്തിൽ വിശ്വസിക്കാൻ പറ്റും. പക്ഷെ നമുക്കിങ്ങനെ ആവർത്തിച്ചാൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാത്താൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? തകരും, ശരിയാവില്ല, നന്നാവില്ല, ഗുണം വരത്തില്ല, ഇങ്ങനെ പറയിപ്പിക്കും. ആരും ഇങ്ങനെ പറയരുത്. നമ്മളെന്താ പറയേണ്ടതെന്ന് അറിയാമോ? അനുഗ്രഹിക്കപ്പെടും. മറ്റൊരു കാര്യം അറിയാമോ? വളരെ തകർന്നിരുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വരികയും, വളരെ തകർന്ന ഒരു മനുഷ്യനാണ്. ദൈവം ഇങ്ങനെ വചനം അയച്ചു കൊടുക്കും ചിലർക്കല്ല കേട്ടോ. വളരെ തകർന്ന ഒരു മനുഷ്യൻ, മീക മരിക്കാനിരുന്ന മനുഷ്യനാണ്. മീക പ്രവാചകൻ. കുടുംബം തകർന്നു, സാമ്പത്തിക മേഖല തകർന്നു, എല്ലാം തകർന്ന് തരിപ്പണമായിരുന്നപ്പോൾ പ്രിയമുള്ളവരെ, മീക മരിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്താ കാര്യമെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാമോ, ഭർത്താവിന് പണമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എങ്ങനെയായിരിക്കും? ചേട്ടാ, എന്നാ ഉള്ളപ്പോൾ ഈ പണം തീർന്നാലോ? ആ വിളി എങ്ങനെയാവും ഒന്ന് പറഞ്ഞു. അപ്പോഴും ചേട്ടാ വിളിക്കും. പണം എല്ലാം തീർന്നു കഴിയുമ്പോ എങ്ങനെ വിളിക്കും? ഇത് ഞാൻ ഇരുമ്പ് കണ്ടില്ലേ, ട്യൂണ് മാറി. മക്കൾക്ക് പണമില്ലാത്ത ഒരപ്പൻ, മക്കൾക്ക് വില തോന്നുമോ? മീകാന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു. ആർക്കും വിലയില്ല. അപ്പൊ മീക ഓർത്തു, സത്യത്തിൽ എന്റെ ജീവിത പങ്കാളിയും മക്കളും എന്നെയാണോ സ്നേഹിച്ചത്, എന്റെ പണത്തെയാണോ? ചോദ്യമായി. അപ്പൊ എന്നെ ആർക്കും വേണ്ടതായി, മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മീക ദൈവത്തിന്റെ അടുക്കൽ ചെന്നു, ദൈവമേ, എനിക്ക് സത്യത്തിൽ പറയാൻ ആരുമില്ല, മരിക്കണം. ദൈവം പറഞ്ഞാ, നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും പണ്ടേ എന്ത് ചെയ്തേനെ? മരിച്ചേനെ. നീ മരിച്ചിട്ടില്ല, പക്ഷെ മരിച്ചു. ഒരു കാര്യം ചെയ്യണം, എന്താണെന്നറിയാമോ? മരിക്കുന്നതിന് മുന്നേ വീടിന്റെ മുകളിലുള്ള ശബ്ദം കേൾക്കണമെന്ന്. മരിക്കുന്നതിന് മുന്നേ വീടിന്റെ മുകളിലുള്ള മീക ആലോചിച്ച്, വീടിന്റെ അകത്ത് ഇഷ്ടംപോലെ ശബ്ദമുണ്ട്. ഇപ്പോഴാണ് ഭയങ്കര ശബ്ദമാണ് വീടിന്റെ അകത്ത്. പക്ഷെ മുകളിൽ ഇതുവരെ എന്ത് കേട്ടിട്ടില്ല? ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ചു വീട്ടിൽ ചെന്നു. അങ്ങനെ ശാന്തമായിട്ടിരിക്കുകയാണ് ഒരു മുറിയിൽ. അപ്പോഴും ഭാര്യ പറയുന്നുണ്ട്, ചുമ്മാ കയറി വന്നിട്ടുണ്ട്, ഒരു താലം പോലും ഇല്ല വീട്ടിൽ, ഭക്ഷണം വെക്കാനൊന്നുമില്ല. മീക മുറിക്കകത്ത് കയറിയിട്ട് ശ്രദ്ധിക്കുകയാണ്, എന്താണ് വീടിന്റെ മുകളിൽ ശബ്ദം. അങ്ങനെ കേട്ടപ്പോൾ പ്രിയമുള്ളവരെ പൊട്ടിച്ചിരിക്കുന്നു, കൈകൊട്ടുന്നു. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, അവര് പറയുന്നുണ്ട്, മീക തീർന്നു. ആരായത്? ആരാണ്? എല്ലാവരുടെ വീടിന് മുകളിലുണ്ട് കേട്ടോ. അതിന്റെ പേരാണ് വാഴ്ചകൾ. ഈ പള്ളിയുടെ മുകളിലുണ്ട് സാത്താൻ. ഇവിടെ കമ്മിറ്റി കൂടുമ്പോൾ പുതിയ എടുക്കുമ്പോൾ അടിക്കുമ്പോൾ ആര് പൊട്ടിച്ചിരിക്കും? ആര് പൊട്ടിച്ചിരിക്കും? ആരുണ്ട്. അവന്റെ അധികാരം അടിയണം, വാഴ്ചകൾ, അധികാരങ്ങൾ. അപ്പൊ മീകായ്ക്ക് മനസ്സിലായി, സാത്താൻ എന്ത് ചെയ്യുന്നു? പൊട്ടിച്ചിരിക്കുന്നു. തിരിച്ച് കർത്താവിന്റെ അടുക്കൽ ചെന്നു. കർത്താവേ, ശബ്ദം ഞാൻ കേട്ടു. എന്താണ്? എന്റെ വീടിന്റെ മുകളിൽ പൊട്ടിച്ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്ത ശബ്ദം. ദൈവം ചോദിച്ചു, ആരാണെന്ന് അറിയാമോ? ആരാണ്? സാത്താൻ. ദൈവം ചോദിച്ചു, അവര് ചിരിക്കണോ? ഞാൻ ചിരിക്കണം. മീക പറഞ്ഞു, ദൈവമേ, നീ ചിരിക്കണം. എന്താണ് ദൈവം പ്രതിവിധിയായിട്ട് നൽകിയത്? ദൈവം നൽകിയത് ഒരു വചനവും. ഒരു വചനം. മീക, നീ വീട്ടിൽ ചെന്ന് പറയണം, സാത്താനെ, എന്നെ ചൊല്ലി ചിരിക്കരുത്. എന്നെ ചൊല്ലി നീ വീണാലും എഴുന്നേൽക്കും. അടുത്ത സെന്റൻസ് എന്നാണെന്നറിയാമോ? എത്ര ഇരുട്ടാണേലും കർത്താവ് വെളിച്ചമായി വരും. എന്താ ഇതിന്റെ പ്രത്യേകത? ഈ ലൈറ്റിൽ എവിടെയെങ്കിലും ഇരുട്ട് കയറുമോ? ഈ ലൈറ്റിൽ എവിടെയെങ്കിലും ഇരുട്ട് കയറുമോ? ഇരുട്ടിന് അങ്ങോട്ട് കയറാൻ പറ്റുമോ? നെവർ. പക്ഷെ വെളിച്ചത്തിന് എങ്ങോട്ട് കയറാം? അതുകൊണ്ട് പ്രിയമുള്ളവര്, വീട്ടിൽ വെളിച്ചം വന്നാൽ ഇരുട്ടിന് നിൽക്കാൻ പറ്റില്ല. മീകയുടെ പുസ്തകം 7-ാം അധ്യായം എടുക്കാം. ഇത് നമ്മുടെ ആരാധനയിലുള്ള കാര്യം കേട്ടോ. മീകയുടെ പുസ്തകം 7-ാം അധ്യായം ആരാധനയിലുണ്ട്. എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ആരാധനയിൽ ഒരു സെവരായിലെ ധ്യാനമാണ്. മീകയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യമാണ്. എന്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി ചിരിക്കരുത്. വീണാലും ഞാൻ എഴുന്നേറ്റ് വരും. എത്ര ഇരുട്ട് തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമാകും. എവിടെയാണ് പറയുന്നത് അറിയാമോ? ദുഃഖ ശനിയാഴ്ചയിലെ സെതറ. കർത്താവ് കല്ലറയിൽ ഇരുട്ടത്താണ്, വീണ് കിടക്കുകയാണ്. പിതാക്കന്മാര് പറയുകയാണ്, സാത്താൻ പൊട്ടിച്ചിരിച്ചപ്പോ പറഞ്ഞു, സാത്താനെ ചിരിക്കലടാ, കർത്താവ് വീട് കിടന്നാലും എഴുന്നേൽക്കുന്നവനാണ്. കല്ലറയുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം വന്നാൽ നീയില്ല. ഉണ്ടോ? മീകാട് പറഞ്ഞു, ഇത് പോയി നീ വീട്ടിൽ പറയാൻ പറഞ്ഞു. ഒരേ വചനം ചൊല്ലുന്നത് എന്തിനാണ്? ആവർത്തിച്ച് പറയുന്ന വചനം എന്തായി മാറും? വിശ്വാസമാകും. മീക വീട്ടിൽ ചെന്ന് പറഞ്ഞു, സാത്താനെ, എന്നെ നോക്കി ചിരിക്കണ്ടടാ, വീണവനാണ്.
എത്ര പാപം ചെയ്തെന്നറിയാമോ? 2025 ജനുവരിയിൽ എന്ത് തീരുമാനം ഉണ്ടായിരുന്നെന്നറിയാമോ? ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പൊ വീണ് അതിൻ്റെ അകത്ത് കിടന്ന് അടഞ്ഞുകൊണ്ടിരിക്കുക. പാപത്തിൽ തന്നെ. സാധാരണയോട് പറയണം, വീണാലും ഞാൻ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. എത്ര ഇരുട്ടാണേലും ഇവിടെ എന്റെ കർത്താവ് വരും, വെളിച്ചമാവും. അങ്ങനെ മീക പറഞ്ഞപ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നറിയാമോ? കൂവി. എന്തിനാ കൂവി? നിങ്ങൾ പറഞ്ഞു. സാത്താൻ കൂവിയത് എന്തിനാ? നമ്മളെ മടിപ്പിക്കാൻ. നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ശക്തമായിട്ടൊരു വചനം ചൊല്ലിയാൽ സാത്താൻ വെറുതെ ഇരിക്കില്ല. സാത്താൻ എന്ത് ചെയ്യും? കോപാകുലനാവും. സാത്താൻ എന്ത് ചെയ്യും? അത് നമ്മുടെ പാട്ടിലുണ്ട്. സ്ലീബായേന്തി സാത്താനോടേൽപ്പാൻ സഹദേന്മാർ ചെന്നു ഖഡ്ഗത്താൽ ഹൃദയേറ്റോരും തീയാൽ വെണ്ണീറായോരും ഓരിൽ കാട്ടിയ വീര്യത്താൽ. ഒന്നുകൂടെ പാടിക്കാതെ, ഒന്നുകൂടെ പാടിക്കോ. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് പ്രാർത്ഥിച്ച് മടുത്തവരാ. എന്താ കാര്യം എന്നറിയാമോ? പ്രാർത്ഥിച്ചപ്പോൾ, വചനം വായിച്ചപ്പോൾ ആര് കോപാകുലനായി? അപ്പോഴാണ് ഒരാളെ കുടി നിർത്താൻ പ്രാർത്ഥിച്ചു. കുടി എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാം നിർത്തും. മടിക്കണം കേട്ടോ, ഇതൊക്കെ അനുഭവങ്ങൾ. എന്റെ ആത്മഹത്യ ഒരു പെങ്കൊച്ച്, അവന്റെ ഭർത്താവ് ഇനി കുടിച്ചാൽ മരിക്കുന്നു, മരിച്ചു കേട്ടോ. അവളെ വന്ന് പ്രാർത്ഥിച്ചു, സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചു, കരഞ്ഞ്. കടയുള്ള മനുഷ്യനാണ്, 9 മണിയാകാതെ വീട്ടിൽ വരാറില്ല. അവളന്ന് തീരുമാനമെടുത്തു, 6 മണിക്ക് വീട്ടിൽ വിളക്ക് കത്തിച്ച് വേദപുസ്തകം എടുത്ത് ഒച്ചത്തിൽ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ വേദപുസ്തകം എടുത്ത് ഒച്ചത്തിൽ കണ്ണടച്ച്, ദൈവമേ എനിക്കിന്ന് ആവശ്യമുള്ള ഒരു വചനം തരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വേദപുസ്തകം തുറന്നൊരു സൗണ്ട് ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചു. ആരാണ്? സാക്ഷാ ഭർത്താവ്. കടയടിച്ച് 8:30-9 മണിക്ക് വരുന്ന ആളിപ്പോ എത്ര മണിക്ക് വന്നു? കുടിച്ച് നല്ല ലെവലില്ലാതെ 6 മണിക്ക് തന്നെ വന്നു. എങ്ങനെ വന്നു? ആര് വിട്ടു? അപ്പൊ ഈ പെണ്ണ് തീരുമാനിച്ചു, ഇത്രയും നാൾ അടിയില്ലായിരുന്നു, ഇപ്പൊ എന്നാ കിട്ടി? ഇതിലും ഭേദാണ്. ആര് ജയിച്ചു? അവള് പിന്നെ പ്രാർത്ഥിക്കാനേ വന്നിട്ടില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഒരു അമ്മച്ചിയോട് പറഞ്ഞു വിട്ടു, ഞാൻ പണിയൊന്നുമില്ലെന്ന്. കാരണം പ്രാർത്ഥിച്ചപ്പോ എന്നാ കിട്ടി? അതിലും ഭേദം എനിക്ക് ഏതാണ്? മിണ്ടാതിരുന്ന ഉള്ളതൊക്കെ ആയിട്ട് 9 മണിക്ക് ഉള്ളിൽ വന്നാൽ കുറച്ച് നേരം പറയാറുണ്ട്. അപ്പൊ എനിക്ക് ഈ മനസ്സിലായി, എന്താണ് ഇത്? പോരാട്ടമാണ്. ഇതെന്താണ്? സാത്താൻ ആ വീട്ടിൽ കോപാകുലനായി അവന്റെ കോട്ടയിളകുകയാണ്. അതിനൊരു പെൺകൊച്ചു, പ്രിയമുള്ളവരെ, വീണ്ടും പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോൾ അട്ടപ്പാടി ആശ്രമത്തിൽ എല്ലാ ബുധനാഴ്ചയും 45 യുവാക്കന്മാർ കൂടുവാൻ എല്ലാവരും കുടി വരുത്തിയോട്. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ കടയൊക്കെ നേരത്തെ അടിച്ച് ബുധനാഴ്ച വന്ന് പടിയിരിക്കുന്നു. പ്രിയമുള്ള ഒരു 4 വർഷം കൂടി ജീവിച്ചു കേട്ടോ. ഒന്നുമില്ലായിരുന്നു, കരടും എല്ലാം പോയത്, മരിച്ചു. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, വചനം ചൊല്ലണം. മീക വീട്ടിൽ വചനം ചൊല്ലിയപ്പോൾ സാത്താൻ കൂവി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കയ്യടി നിന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നാ നിന്നു? ചിരി നിന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് മടുത്തു പോകാതെ എന്ത് ചെയ്യണം? ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം, മടുക്കരുത്, വചനം ചൊല്ലണം, മടുക്കരുത്, പ്രാർത്ഥിക്കണം, പോരടിക്കണം. യേശു സാത്താനെ തോൽപ്പിച്ചത് വചനം വഴിയാണ്. എങ്ങനെയാണ് തോൽപ്പിച്ചത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം മാത്രം നോക്കിയാൽ മതി. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെയും 8-ാം അധ്യായത്തിലെയും വചനങ്ങൾ ചൊല്ലിയാണ് കർത്താവ് സാത്താനെ തോൽപ്പിച്ചത്. സാത്താനെ ആക്രമിക്കാൻ ഒറ്റ ആയുധം തന്നിട്ടുള്ളൂ, വാള്. ഏതാണ്? ബാക്കിയെല്ലാം സ്വയം സംരക്ഷിക്കാൻ. വചനം ചൊല്ലിയ പ്രശ്നമാണ്, നമ്മൾ തിരിച്ചറിയണം. വചനം ചൊല്ലുമ്പോൾ സാത്താന്റെ കോട്ടയിളവും. അവിടെ മീകായുടെ വീട്ടിൽ, പ്രിയമുള്ളവര്, സാത്താനെ പിന്നെ കാണാനില്ല. കർത്താവ് വെളിച്ചമായിട്ട് വന്നപ്പോൾ വീടിന്റെ മുമ്പിൽ ഒരാൾ, മീക ഇതെവിടെയും പണി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാ എന്റെ വീട്ടിൽ വരാമോ? വരാം, വഴി തുറന്നു. അതുകൊണ്ട് പ്രിയമുള്ളവര്, വചനത്തിന് എന്തുണ്ടെന്നറിയാമോ? ജീവനുണ്ട്. വചനത്തിന് എല്ലാം ഉണ്ട്. അത് നമ്മളെ ശക്തീകരിക്കും, അത് നമ്മളെ ബലപ്പെടുത്തും, അത് നമുക്ക് ബലം നൽകും, ശക്തി നൽകും. അതാണ് രണ്ടാമത്തെ ഒരു സബ് പോയിന്റ്. മൂന്നാമത്തേത് എന്താണെന്നറിയാമോ? The word nurtures growth. നമ്മുടെ വളർച്ചയെ ഇങ്ങനെ പോഷിപ്പിക്കുന്നതാണ് വചനം.
പത്രോസ് ലീഗ പറയുകയാണ്, പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. എന്നാ വേണം? വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്നാ വേണം? നല്ല ആഗ്രഹം. വേദപുസ്തകം വായിക്കാൻ താല്പര്യം വേണമെന്ന്, വചനം വായിക്കാൻ താല്പര്യം വേണം. ഞാൻ പറയട്ടെ, വീട്ടിൽ മാറ്റിവെച്ചിരിക്കുന്ന ഒരേ ഒരു പുസ്തകം ഏതാണെന്ന് അറിയാമോ? ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ വേദപുസ്തകം ചോദിച്ചപ്പോ അവർ ജന്മം ചെയ്ത തരത്തില്ല. ഞാൻ വേദപുസ്തകം. പിന്നെ അവസാനം ഞാൻ മേടിച്ചു. തുറന്നപ്പോ എന്താണെന്നറിയാമോ? കരടച്ച രസീത്, കരഞ്ഞ ബില്ല്, പിന്നെ കുറച്ച് പൈസ. അതെന്താ ഇന്ത്യത്തെ പൈസ വെച്ചത്? വേറെ എവിടെ വെച്ചാലും ആരും എടുത്തോണ്ട് പോകും. പിള്ളേര് അവരൊക്കെ എടുത്തോണ്ട് പോകും. ഇത് മാത്രം ആരും കൊടുത്തില്ല. ഇതിന്റെ പൈസയും വെച്ചിട്ടുണ്ട്. കർത്താവ് സ്നേഹമുള്ളവര്, പത്രോസ് ലീഗ പറയുകയാണ്, വചനമെന്ന മായമില്ലാത്ത പാൽ എന്ത് ചെയ്യണം? കുടിച്ചാൽ you will grow up into the salvation. രക്ഷയിലേക്ക് വളരും. വചനത്തിനെ വളർത്തും. വിശ്വാസം ജ്വലിക്കും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം എന്താണെന്നറിയാമോ? Let the word of Christ dwell in your heart. ദൈവത്തിന്റെ വചനം ഐശ്വര്യമായിട്ട് ഹൃദയത്തിൽ വസിക്കട്ടെ. വചനം വസിക്കട്ടെ. ഇതൊക്കെ ഓരോ സാനിറ്റേഷൻ, ഓരോ ആശീർവാദങ്ങളാണ്. വചനം ഹൃദയത്തിൽ വസിക്കട്ടെ. വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കട്ടെ. ഈ ഒരു ആഗ്രഹം ഉണ്ടാകണം. സത്യം പറയുമല്ലോ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഇത്രയും പ്രായമായപ്പോൾ എനിക്കൊരു തോന്നൽ എന്നറിയാമോ? എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പം നല്ല മദ്യപാനി, ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു. അദ്ദേഹത്തിന് കോട്ടയം മനോരമയിൽ ജോലി, കുറച്ചേറെ പത്രങ്ങളുടെ ഏജൻസി, വീട്ടിലാണെങ്കിൽ സ്ഥലം 2 ഏക്കർ, റബ്ബർ തോട്ടം, കൂടാതെ കുറെ വണ്ടികൾ, ഓട്ടോറിക്ഷയായിട്ടും പെട്ടിയോട്ടായിട്ടും അതൊക്കെ ഇതെല്ലാം ഓടിക്കാൻ ആൾക്കാരെ ഏൽപ്പിച്ചു. ഇഷ്ടംപോലെ പൈസ. എൻ്റെ ഓർമ്മ വെച്ച ഒന്നോട്ട് കൂടിയോടുകൂടി. പക്ഷെ അന്നോട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്നാന്നറിയാമോ? എൻ്റെ അമ്മയുടെ അമ്മ എൻ്റെ വീട്ടിലുണ്ട്. പഴനി തൊട്ടടുത്താണ് അമ്മേൻ്റെ ഒരു കാരാട്ടൂന്നേ പള്ളി. 6 മണിയാകുമ്പോൾ സന്ധ്യമണി അടിക്കും. ആ സന്ധ്യമണി അടിക്കുമ്പോൾ അമ്മ വിളക്ക് കത്തിച്ച് എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു പാട്ട് പാടും. ബർണവാസ് തിരുമേനി വീട്ടിൽ വന്നു. ഞങ്ങളുടെ ബർണവാസ് തിരുമേനി കാര്യം ചെയ്ത ബർണവാസ് തിരുമേനി ഒരാഴ്ച ഞങ്ങൾ പള്ളി താമസിച്ചു. പള്ളി തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ 2 കപ്പളങ്ങ മരത്തിൽ, ഒരെണ്ണം നീളത്തിലുള്ള കപ്പളങ്ങയും റൗണ്ടിലുള്ള കപ്പളങ്ങയും ഉള്ളതുകൊണ്ടും ബർണവാസ് തിരുമേനിയുടെ നോട്ടം മൊത്തം ഏതിലായിരുന്നു? ഇടയ്ക്ക് പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് വരും. ഞങ്ങളുടെ വെല്ലുമച്ചി കുഞ്ഞേലിയെന്ന് വിളിക്കുന്നത്. കുഞ്ഞേലി ഇച്ചിരി കപ്പളങ്ങ ചിന്തിക്കും. അപ്പൊ അത് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ടം പഠിപ്പിക്കും. പകൽ പോയി മറയുന്നു, എനിക്കൊന്ന് തിരുമേനി എഴുതിയാണോ അല്ലേ? അത് പകൽ പോയി മറയുന്നു നാഥ ശ്രമകരദേഹാധ്വാനങ്ങൾ. അപ്പൊ ഈ കപ്പളങ്ങ ചെത്തുന്നതിന്റെ അടുത്ത് പാട്ട് പഠിപ്പിയില്ലേ? എന്റെ ഇടയ്ക്ക് എന്നെ ഒരു ദിവസം വിളിച്ചു, വരാൻ, നിന്നെ കണ്ടിട്ട് ശരിയല്ലോ. എന്നോട് പറഞ്ഞു, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കിടപ്പത്. തമ്മിലും എപ്പോഴും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:15. ഈ കപ്പളങ്ങ ചേർന്നതിന്റെ ഇടയ്ക്ക് നമ്മളെ പിടിച്ച് നിർത്തിയിട്ട് ഇതാ പരിപാടി. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. ഞാൻ ചെറുതാ കേട്ടോ, വചനത്തിന്റെ ശക്തി നോക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കുക, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പുതിയ ബോക്സ്, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് സാധനമൊന്നും, ഇരുമ്പിന്റെ ബോക്സ് അല്ലേ? പുതിയ ബോക്സ്. അപ്പോൾ ക്ലാസ്സിൽ ഓടി കളിച്ച വഴിക്ക്, ഡെസ്കിൽ കൂടി ചാടി കളിച്ച വഴിക്ക് പുതിയ ബോക്സിൽ എടുത്ത് ചവിട്ടിയത് ചളുക്കി കളഞ്ഞു. നമ്മുടെ സ്വഭാവത്തിനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ശരിയാക്കേണ്ടത്. ഞാൻ അങ്ങനെ ശരിയാക്കാൻ വേണ്ടി ബോക്സ് എടുത്തപ്പോൾ അണ്ട് സാക്ഷാത് ബർണവാസ് തിരുമേനി, ആരും തിന്മയ്ക്ക് വരും. ഈ ഭയങ്കര ഇതായി പോയി.
വചനത്തിന്റെ ശക്തി. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ നോക്കുവിൻ, തമ്മിലും എപ്പോഴും എല്ലാവരോടും. ഈ ചവിട്ടിയും പേടിച്ചു പോയിരിക്കുക എങ്ങാണ്ട് ശരിയാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയാമല്ലോ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞ അവനെ വിളിച്ചിട്ട് ഞാൻ ഇത് ചെയ്തില്ല. ഞാൻ വന്നപ്പോൾ കെട്ടിപ്പിടിച്ചു കേട്ടോ. സത്യം പറയാമല്ലോ, അന്ന് അവൻ കരഞ്ഞു കെട്ടിപ്പിടിച്ചു. കർത്താവ് സ്നേഹമുള്ളവര്, അങ്ങനെ ഈ ബൺവാസിന് കുറെ വചനങ്ങൾ എന്നെ പഠിപ്പിച്ചു. സത്യം പറയല്ലോ, അന്നാണ് ഈ ഒരു വചനം കത്തിയത് എൻ്റെ ഹൃദയത്തിൽ. ഞാൻ പറഞ്ഞത്, എൻ്റെ വല്യമ്മ ഇങ്ങനെ വേറെ ദിവസം ഒച്ചത്തി വായിക്കും, എന്നാ കുടിയും എന്നാ വടക്കും നടന്നത്. അതിൻ്റെ അകത്തൊരു സംഗതിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വേറെ ദിവസം ഒച്ചത്തിൽ വായിക്കുമോ? ഒച്ചത്തിൽ വായിക്കുന്നത് എന്താണെന്നറിയാമോ? നിന്റെ ശബ്ദതരംഗം ഇവിടെ കിടക്കും. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ ഇവിടെ കിടക്കും, പ്രവർത്തിക്കുവേ. ശബ്ദതരംഗം അവിടെ കിടക്കും. എന്റെ വീട്ടിൽ അപ്പം മദ്യപിച്ചു വന്ന് ബഹളവും ഇതുണ്ടാക്കുമ്പോൾ മറ്റൊരു സാധനം അവിടെ കിടപ്പുണ്ട്. അമ്മ വായിച്ച വചനങ്ങളുടെ തരംഗങ്ങൾ. 22-ാം സങ്കീർത്തനം 3-ാം വാക്യം, നിന്റെ ശബ്ദങ്ങളുടെ തരംഗങ്ങളുടെ സിംഹാസനത്തിൽ ഞാൻ വന്നിരിക്കും. ദൈവം പറയുകയാണ്, നീ സ്തുതിച്ച സ്തുതികളുടെ ശബ്ദതരംഗത്തിന്റെ സിംഹാസനത്തിൽ ഞാൻ വന്ന് ഇരിക്കും കേട്ടോ. 22-ാം സങ്കീർത്തനം 3-ാം വാക്യം. അങ്ങനെയെങ്കിൽ ദൈവം എന്റെ വീട്ടിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവര്, വെറുതെ അട്ടപ്പാടിക്ക് പോയതാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് CMS കോളേജിലാണ് പഠിച്ചത്. സെമിനാരി പോകാൻ പഠിച്ചൊന്നുമില്ല, ഞാൻ കെമിസ്ട്രി പഠിച്ചതാണ്. കെമിസ്ട്രി പഠിച്ച് വെറുതെ അട്ടപ്പാടി കാണാൻ പോയി. അങ്ങനെ കാണാൻ വേണ്ടി ആനയും കാടും വീടും ഒക്കെ കാണാൻ പോയ ഞാൻ ചെല്ലുന്ന ആ ദിവസത്തിൽ പരിശുദ്ധ ദീദിമോസ് ബാബ 1998 എന്നെ കണ്ടുകൊണ്ട് ഞാൻ വെറുതെ കാണാൻ ചെന്നയാണ്. പക്ഷെ എന്നെ കണ്ടുകൊണ്ട് എന്നെ കൈ പിടിച്ചു. അഗളി പള്ളിയുടെ കല്ലിടാൻ വേണ്ടി വന്നാണ്. ആ ഫുൾ ടൈമും നടന്നു, കൈ പിടിച്ചു. എന്നോട് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്താ ആപ്ലിക്കേഷൻ? എനിക്കറിയത്തില്ല എന്താ ആപ്ലിക്കേഷൻ. മിണ്ടാതിരിക്കുക, കാരണം എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല എന്താ ആപ്ലിക്കേഷൻ. വെറുതെ കാണാൻ തന്നെയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ കുറെ പ്രാവശ്യം പറഞ്ഞു ആപ്ലിക്കേഷൻ കൊടുക്കണം. അവസാനം ഞാനൊന്നും പ്രതികരിക്കാഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോഴാണ് കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞ് പേടിച്ചു പോയി. ഞാൻ ഒരു തിരുവേണ്ടമാരുടെ അടുത്ത് പോയിട്ടില്ല, ഇപ്പോഴും പോകാറുണ്ട്. അങ്ങനെ ശരിക്കും പേടിച്ചു പോയി. അങ്ങനെ പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കണം, എൻ്റെ അമ്മ വല്യമ്മ വേദപുസ്തകം വായിച്ച വചനങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അത് പ്രവർത്തിക്കാതെ പോയില്ല. അത് ആ വചനം ഇങ്ങനെ പ്രവർത്തിച്ചു. വചനം ഇടപെട്ടു. നിങ്ങൾക്കറിയാവുന്ന എൻ്റെ കൂടെ പഠിക്കുന്ന 2 അച്ഛന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ സെമിനാരിയിൽ ഇവരെല്ലാം വെള്ളയിട്ട് ചെന്നു. ഒരു ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ നീല ജീൻസും, ഓർമ്മയുണ്ടോ, പച്ച ഷർട്ടും. നീല ജീൻസും പച്ച ഷർട്ടും റീബോക്കിന്റെ ഷൂവും. എനിക്ക് അഡ്മിഷൻ തന്നു. നീല ജീൻസും പച്ച ഷർട്ടും റീബോക്കിന്റെ ഷൂവും. അവിടെ നടന്ന ഏതോ ഒരു സംഭവത്തിന് മൊത്തം ഇംഗ്ലീഷിൽ ചോദിച്ചു. എനിക്കിത് വേണ്ടാന്ന് പറയണം. അവസാനം ചോദിച്ചു, പരീക്ഷ മലയാളത്തിൽ എഴുതാമോന്ന് ചോദിച്ചു. ഓർക്കുന്നുണ്ടോ അറിയത്തില്ല. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ദൈവം എന്നെ ഇങ്ങനെ പിടിച്ച് വചനം ഇവിടെ നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇത് ഞാൻ പറഞ്ഞതല്ല. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിക്കുക. കർത്താവ് അരുളി ചെയ്തു, ന്യായപ്രമാണത്തിന്റെ ഒരു പുസ്തകം നിന്റെ കയ്യിൽ വേണം. യഹോവയായ ദൈവം അരുളി ചെയ്യുക, ന്യായപ്രമാണ പുസ്തകത്തിന്റെ ഒരു പകർപ്പ് നിന്റെ കയ്യിൽ വേണം. അത് നീ എന്ത് ചെയ്യണം? വീട്ടിൽ വായിക്കണം. ഡ്യൂട്ടറോണമി കേട്ടോ, ചാപ്റ്റർ 17 വേഴ്സ് 19 ഓൺവേർഡ്സ്. അത് നീ വായിക്കണം. എന്ന് വരെ വായിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ആയുസ്സുള്ള അന്ന് വരെ വായിച്ചാൽ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. മക്കൾ എന്ത് ചെയ്യും? അവിടെ വീട്ടിൽ വേറെ ദിവസം ഒച്ചത്തി വായിക്കണം. ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുക. വേറെ ദിവസം ഒച്ചത്തി വായിക്കാൻ ആരുമില്ല. വചനം നമ്മളെ നർച്ചേഴ്സി, നമ്മളെ പോഷിപ്പിക്കും. വചനം ഒരു കാര്യം കൂടെ പറയുകയാണ് അതിന്റെ സബ് പോയിന്റ് ആയിട്ട്. The word provides fruit. വചനം നമ്മളിൽ എന്തുണ്ടാക്കും? ഫലമുണ്ടാക്കും. കണ്ടോ? വചനം നമ്മളിൽ ഫലമുണ്ടാക്കും. കണ്ടോ? ബർണബാസ് പറഞ്ഞ ഒരു വചനം എന്നിൽ ഫലമുണ്ടായി, എന്നിൽ അത് പ്രവർത്തിച്ചു. തിന്മ ചെയ്യാൻ പറ്റിയില്ല. വചനം ഹൃദയത്തിൽ ഇല്ലെങ്കിൽ പാപം ചെയ്യും.
119 സങ്കീർത്തനത്തിന്റെ 9, 11 വാക്യങ്ങൾ. ബാലൻ തന്റെ നരമ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രം. വചനമില്ലെങ്കിൽ പാപം വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം നമ്മളിൽ വസിക്കണം, ഫലമുണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-8 വാക്യം. 7-8. If you abide in me and my word abide in you. എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? വളരെ ഫലം കഴിക്കും. വളരെ ഫലം നിങ്ങളിൽ ഉണ്ടാകും. ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അറിയാൻ തുടങ്ങും. എന്ത് ചെയ്യും? അറിയാൻ തുടങ്ങും. ഞാനൊരു സെന്റൻസ് പറയുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത് അറിയുന്നതാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? അറിയുന്നതാണ് വിശ്വാസം. കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് പറയുകയാണ്, എന്താണ് ഈ ആരാധന? ആരാധനയുടെ ഒരു നിർവചനം കർത്താവ് അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആരാധന എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യം. കർത്താവ് പറയുകയാണ് ശമരിയക്കാരി സ്ത്രീയോട്, നിങ്ങൾ അറിയാത്തതാണ് ആരാധിക്കുന്നത്. അറിയാത്തതാണ്. അറിയുന്നതിന്റെ പേരെന്താണ്? ആരാധന. അറിയുന്നതിന്റെ പേരാണ്, മുമ്പിൽ ഒരു ദൈവമുണ്ടെന്ന് അറിയുന്നതിന്റെ പേരാണ് ആരാധന. അതെങ്ങനെ അറിയാൻ പറ്റുന്നു? അറിയുന്നത് വചനം വഴിയാണ്. അറിയുന്നത് വചനം വഴിയാണ്. യേശുവിനെ അറിയാൻ പറ്റുക വചനം വഴിയാണ്. ഒരു വചനം നമ്മളിലേക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ, വിശ്വാസം ഇങ്ങനെ ജ്വലിക്കും, വിശ്വാസം കൂടും. ഇവിടെ ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും വായിക്കണം, ഓരോ ദിവസവും ധ്യാനിക്കണം, ഓരോ ദിവസവും അനുസരിക്കാൻ തീരുമാനമെടുക്കണം. ഒരു വചനം അനുസരിക്കാൻ തീരുമാനമെടുത്താൽ എന്ത് വരുമെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. എന്തുവരും? പരിശുദ്ധാത്മാവ്. ഒരു വചനം അനുസരിക്കാൻ തീരുമാനമെടുക്കണം. കർത്താവിന്റെ ഒരു വചനമാണ്, വായ്പ വാങ്ങുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത്. വായ്പ വാങ്ങാൻ വരുന്നവരിൽ നിന്ന് എന്ത് ചെയ്യരുത്? ആശ്രമത്തിൽ ഒരു പ്രശ്നമുണ്ട്, എല്ലാ ദിവസവും പൈസ മേടിക്കാൻ ആൾക്കാർ വരും. അപ്പൊ സ്ഥിരം വരുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. അപ്പൊ അവർക്കറിയാം പിള്ളേരിൽ എന്തില്ല? കള്ളമില്ല. നമ്മുടെ കുറെ ആദിവാസി പിള്ളേർ അവിടെ താമസിക്കുന്നുണ്ട്. ഒരു നേരെ ആ പിള്ളേരെ ഇടയ്ക്കും, അച്ഛന് പിടിയുണ്ടോ? അണ്ട് ആ പറമ്പിൽ കൂടെ പോകേണ്ടത്. നമ്മളെന്തിനാ ഈ പറമ്പിൽ കൂടെ പോയത്? എന്തിനാ പോയത്? ഒഴിഞ്ഞു മാറാൻ. എന്നാ പ്രിയമുള്ളവര്, എനിക്ക് എന്റെ സത്യം മനസ്സിലായത് എങ്ങനെയാണെന്നറിയാം? ഞാൻ സത്യമായിട്ട് ഒഴിഞ്ഞു മാറിയാണ്. എന്റെ പോക്കറ്റിൽ 690 രൂപയുണ്ട്. എത്ര രൂപയുണ്ട്? ഒരു മനുഷ്യൻ ആശ്രമത്തിൽ സിനിമയായിട്ട് വരുന്ന കണ്ടപ്പോഴേ ഞാൻ സ്ഥലം വിട്ടു, വേറെ കണ്ടുപടി ഓടി. അപ്പോഴാണ് ആ മനുഷ്യൻ ആരും പോയി കണ്ടത്? പിള്ളേരായി. അവന്മാരെ പറമ്പിൽ കൂടെ നടത്തിക്കൊണ്ടുവന്ന മനുഷ്യനെ. വേറെ പണിയൊന്നുമില്ല. കൊണ്ടുവന്നിരിക്കുക. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, മെനിഞ്ഞാന്ന് വന്നല്ലേ? അതെ. കഴിഞ്ഞ ആഴ്ച വന്നല്ലേ? അതെ. ഇന്ന് എന്തിനാ വന്നേ? എന്നോട് പറഞ്ഞ, അച്ഛാ എനിക്കൊരു മരുന്ന് മേടിക്കാൻ 690 രൂപയുടെ വേണം. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ഓർക്കുകയാണ്, ദൈവം വിട്ടത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ പോക്കറ്റിൽ എത്രയുണ്ട്? അത്രയും കൂടെ വേണമെന്ന് എനിക്ക് അന്നും ഒരു ബോധ്യം വന്നേ. ഇത് ചുമ്മാ വരുന്നതല്ല, ഇത് ആരയക്കുന്നതാണ്. ഒരു വചനം അനുസരിക്കാൻ നമ്മൾ പഠിച്ചാൽ എന്നാ വരാൻ തുടങ്ങും? പരിശുദ്ധാത്മാവ് വരും. അപ്പോൾ വചനം വായിക്കണം, വചനം എന്ത് ചെയ്യണം? ധ്യാനിക്കണം, വചനം എന്ത് ചെയ്യണം? അനുസരിക്കണം. എന്താ നമ്മുടെ മക്കൾ ഇത്രയും ഇതെല്ലാം വെറുത്തത്? ഇത്രയും വെറുത്തതിന്റെ കാര്യം എന്നാന്നറിയാം? പറ. ഇത്രയും പള്ളിയുടെ മുമ്പിൽ പോയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കുക. വീട്ടിൽ വരുമ്പോൾ കൊച്ചു കാണുന്നത് എന്നാന്നറിയാമോ? കൊച്ചു കാണുന്നത് എന്നാ? ഇത്രയും വചനവും വായിച്ചെല്ലാം ചെയ്തു, വീട്ടിൽ വന്നിട്ട് വായിന്ന് വരുന്നത് എന്താണ്? നല്ല സരസ്വതികളാണ്. കൊച്ചു നോക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അവർക്ക് എന്താ മനസ്സിലായത്? ഇതിനൊന്നും എങ്ങനെ പലരും ആളുകൾ പോയത്. കർത്താവ് പ്രിയമുള്ളവരെ, വചനം ജീവിക്കണം. വചനം എന്ത് ചെയ്യണം? അവിടെ പരിശുദ്ധാത്മാവ്.
വചനം ജീവിക്കണം. ഞാൻ ഓർക്കുകയാണ്, നമ്മളെ ഒക്കെ വീട്ടിൽ മാറ്റി വെച്ച എന്താണെന്നറിയാമോ? പ്രാർത്ഥന. ഏതാ മാറ്റി വെച്ച്? വേറെ നമ്മൾ മാറ്റാറില്ലല്ലോ, ഇല്ലേ? മാറ്റിയിട്ടില്ല. വിരുന്നുകാർ വരുമ്പോൾ മാറ്റിയിട്ടില്ല. ഇവിടെയുള്ളവർ നല്ല ആൾക്കാരാണ്, ഇവരൊന്നും മാറ്റി വെക്കാറില്ല. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിൽ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, വിവാഹവും നടന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. എന്നാ വന്നാലും വെല്ലുമെച്ച് 6 മണിക്ക് വിളക്ക് കത്തിച്ച് ഈ പാട്ടും ചൊല്ലി വേദോസ് മാറ്റത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മാറ്റിവെക്കുന്നത് പലതും പ്രാർത്ഥനയായിരുന്നു. ജീവിതത്തിൽ അനുസരിക്കാൻ ആഗ്രഹിച്ചാൽ എന്തുവരും? പരിശുദ്ധാത്മാവ്. എന്തുവരും? പരിശുദ്ധാത്മാവ്. വചനത്തിൽ ജീവനുണ്ട്, വചനം ദൈവം തന്നെയാണ്, വചനത്തിൽ ആത്മാവുണ്ട്, ചൈതന്യമുണ്ട്, ജീവനുണ്ട്. വചനം നമ്മളെ പോഷിപ്പിക്കും, വചനം നമ്മളെ വിശ്വാസത്തിൽ അടിവേര് നമ്മളെ പരിപാലിക്കും. അപ്പൊ അതിനൊരു സമ്മറി ഒന്ന് നോട്ട് ചെയ്തു. വിത്തൗട്ട് ദ ലിവിംഗ് വേർഡ് നോ ഫെയ്ത്ത്. അറിയാതെ വിശ്വാസം വളരത്തില്ല. വിത്തൗട്ട് ദ ലിവിംഗ് വേർഡ് നോ ഫെയ്ത്ത്. വചനമില്ലെങ്കിൽ വിശ്വാസം വളരത്തില്ല. വിത്ത് ദ വേർഡ് faith grows. വചനത്തിൽ വിശ്വാസം വളരും. അടുത്ത എന്താണെന്ന് അറിയുമോ? through the word. നമ്മളൊരു വചനത്തിൽ കൂടെ ജീവിച്ചാൽ your faith will flourish and bear fruits. വചനത്തിലൂടെ ജീവിക്കാൻ ഒന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി, ദാഹിച്ചാൽ മാത്രം മതി. പ്രിയമുള്ളവരെ, വചനം നമ്മളെ വിശ്വാസത്തിൽ വേരുറപ്പിച്ച് നമ്മളിൽ ഫലമുണ്ടാക്കി തരും. കൊണ്ട് അറിയുന്നതാണെന്ത്? വിശ്വാസം. അറിയുന്നതാണെന്ത്? വിശ്വാസം. അറിവ് വരുന്നത് ഏതിലൂടെയാണ്? വചനത്തിലൂടെ. അറിവ് വരുന്ന ഏതിലൂടെയാണ്? ഇനി ഇത് അറിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഗുണം വല്ലതും ഉണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മുതൽ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. കർത്താവ് ഒരു കാര്യം പറയും. 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് ഉണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്റെ വചനം വിശ്വസിക്കുന്നവനിൽ എന്നാ ഉണ്ട്? നിത്യജീവൻ. വചനം വരുമ്പോൾ ഏക സത്യദൈവത്തെയും ദൈവം അയച്ച പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അറിയാൻ കഴിയും. അറിയുന്നതിന്റെ പേരാണ് നിത്യജീവൻ. വചനത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചാൽ പ്രിയമുള്ളവരെ, നിത്യജീവന്റെ ഫലമുണ്ടാകും, നിത്യത ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് ഒത്തിരി ശക്തിയുണ്ട്. വചനത്തിന് ഒത്തിരി ശക്തിയുണ്ട്. അത് നമ്മളിൽ നന്നായിട്ട് ഫലം പ്രാപിക്കണം. തൊട്ടാടി ആശ്രമത്തിൽ ധാരാളം വൈദികർ വന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വന്നു. അതില് കുറെ അച്ഛന്മാരിങ്ങനെ പറഞ്ഞ, അച്ഛ തുടർച്ചയായി ഇന്ന പാപത്തിൽ വീഴുക. ഞാനും നോക്കിയപ്പോ ഞാനും വീണുകൊണ്ടിരിക്കുക പല പാപം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളിങ്ങനെ ഇരുന്ന് കൂട്ടായിട്ട് പ്രാർത്ഥിച്ചപ്പോ ഒരു വചനം ഇങ്ങനെ ശ്രദ്ധയിൽ വന്നു. പൗലോസ് ശ്ലീഹ തീമോഥെയോസിനോട് തന്നെ പറയുകയാണ്. എന്നാന്നറിയാമോ? തീമോഥെയോസിനോട് പറയുകയാണ്, കർത്താവ് എന്നെ എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിട്ടുവയ്ക്കും. കർത്താവ് എന്നെ എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിട്ടുവയ്ക്കും കേട്ടോ. എങ്ങോട്ട് കൊണ്ടുപോകും? സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകും. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? പൗലോസ് ശ്ലീഹ തീമോഥെയോസിനോട് എന്നെ എവിടെ കൊണ്ടുപോകും? എന്നിട്ട് അടുത്ത വാക്യം എന്താണെന്നറിയാം? അവൻ എന്നേക്കും മഹത്വം. അടുത്ത സെന്റൻസ് എന്താണെന്നറിയാമോ? ആമേൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആമേൻ എന്ന് പറഞ്ഞത് മാറ്റമില്ല. ഒരു കാര്യത്തിന്റെ തുടക്കത്തിൽ ആമേൻ പറഞ്ഞാലോ നിത്യസത്യമാണെന്നാണ്. അബ്സ്ട്രാക്ട് ട്രൂത്ത്. യേശു പറഞ്ഞു ആമേൻ, ആമേൻ, നിത്യസത്യം. ഒരു വാക്യത്തിന്റെ അവസാനം ആമേൻ പറഞ്ഞാലോ അപ്രകാരം അതിന് മാറ്റമില്ല, അതിന് മാറ്റമില്ല. നെവർ ചേഞ്ച്. ആകാശവും ഭൂമിയും മാറിയാൽ ഈ വചനം മാറില്ല. പ്രിയമുള്ളവരെ, സാഹചര്യം എന്തു ആയിക്കോട്ടെ, ഞങ്ങൾ കുറെ വൈദികർ ഇത് ചൊല്ലാൻ തുടങ്ങി. ഏതാണെന്നറിയാമോ? 2 തിമോത്തി chapter 4:16. ഒന്ന് എന്റെ കൂടെ പറയാമോ? കർത്താവ് എന്നെ എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച്. ചൊല്ലാമോ?
കർത്താവ് എന്നെ, ചൂട് നന്നായിട്ട് പറഞ്ഞേ, കർത്താവ് എന്നെ എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച്. എനിക്ക് തന്നെ പറയാൻ പാടാം, നിങ്ങളോട് നന്നായിട്ട് പറഞ്ഞേ, എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച്. ചെറുക്കത്ത് വരക്ക് കുറച്ച് തുപ്പിൽ ധരിച്ചെന്നേ ഉള്ളൂ, ശരിയായിട്ട് വന്നിട്ടില്ല. എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗരാജ്യത്തിനായി രക്ഷിക്കും. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഇത് പറയണേ എന്നാന്നറിയോ? കർത്താവ് എന്നെ എല്ലാ പാപത്തിൽ നിന്നും വിടുവിക്കും കേട്ടോ. എന്നെ എവിടെ കൊണ്ടുപോകും? സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകും. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. നിങ്ങൾക്കറിയാമോ, ഈ അച്ഛന്മാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു, അച്ഛ, നമ്മൾ ഇത്രയും നാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന പലതും ഉണ്ടായി, പലതും വിട്ടുപോയി. ശരീരത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, പല മേഖലകളിൽ നിന്ന്. അറിയാമോ, ഒന്ന് വീണാൽ ഒരു ഫോൺ എടുത്താൽ മതി, ഒന്ന് വീണു പോകും. ജസ്റ്റ് ഒരു ഫോൺ എടുത്താൽ മതി. എന്നാൽ ഈ വചനം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെയുള്ള എല്ലാം മായ്ച്ചു കളഞ്ഞു. കർത്താവ് എന്നെ എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗരാജ്യത്തിനായിട്ട് എന്നെ വിടുവിക്കും. അവരെന്നേക്കും മഹത്വം. ആമേൻ എന്ന് പറഞ്ഞ മാറ്റമില്ല. എന്നെ കൊണ്ടുപോകും, സ്വർഗത്തിൽ കൊണ്ടുപോകും. എല്ലാ പാപങ്ങളിൽ നിന്നും കർത്താവ് എന്ത് ചെയ്യും? വിടുവിക്കും. ഉറപ്പുണ്ടോ? കർത്താവ് എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും ആരാ വിടുവിക്കുന്നത്? വചനമയച്ച്. കേട്ടോ, കർത്താവ് നമ്മളെ വചനമയച്ച് വിടുവിക്കും. എല്ലാ പാപങ്ങളിൽ നിന്നും കർത്താവ് വചനമയക്കും. കർത്താവ് ആ പാപിനിയോട്, സ്ത്രീയോട് പറഞ്ഞു, ഇനി പാപം, ഒറ്റ വചനം മതി, ഇനിയില്ല. കർത്താവ് നമ്മളെ നോക്കിയിട്ട് ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇല്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തട്ടെ. കർത്താവ് സ്നേഹം കൊണ്ടുവരും. ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ, സെമിനാരിയുടെ തൊട്ടടുത്താണ് CMS കോളേജിലെ അധ്യാപകർ. PC വർഗീസ് സാറുണ്ട്, PC തോമസ് സാറുണ്ട്. അപ്പോൾ ഒരമ്മ അവിടെ വന്നു, വളരെ പാവപ്പെട്ട അമ്മ. കൊച്ചിനെ നേഴ്സിംഗ് പഠിക്കാൻ പൈസ ഇല്ലെന്ന്. ഞാനന്ന് സ്റ്റീവേൺഷിപ്പിന്റെ ചുമതലയുണ്ട്, നമുക്ക് ഒരു ഫണ്ടില്ല. ഞാൻ എന്ത് ചെയ്തു? ഈ അമ്മയും കുട്ടി നേരെ PC ജോസഫ് സാറിൻ്റെ അടുത്ത് പോയി. ഞാൻ CMS സ്കൂളിൽ പഠിച്ചുകൊണ്ട് നല്ല പരിചയമുണ്ട്. സാറിൻ്റെ അടുത്ത് ചെന്നു. സാറ് ഞങ്ങളെ സ്വീകരിച്ചു. രാവിലെ നമസ്കാരം കഴിഞ്ഞ സമയം ചാപ്പിൽ സാറ് പറഞ്ഞു, ഈ കൊച്ചിന്റെ നേഴ്സിംഗ് മൊത്തം ഞാൻ പഠിപ്പിച്ചു, മുഴുവൻ പൈസ ഞാൻ കൊടുത്തോളാം. ഭയങ്കര സന്തോഷം. അക്കൗണ്ട് നമ്പരും എല്ലാം മേടിച്ചു. എനിക്ക് പിന്നെ അതിൻ്റെ അകത്ത് ഇടപാടൊന്നുമില്ല. കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്രിയമുള്ളവര് ഹൈദരാബാദിൽ പഠിക്കുകയുള്ളൂ. 3-4 വർഷം കഴിഞ്ഞു. പഠിത്തം കഴിയുമ്പോൾ ഹൗസ് സർജൻസി ഉണ്ട്. എന്നാ ഉണ്ട്? അല്ല, അങ്ങനെയാണോ അതിന്റെ പേര്? ബോണ്ട് അല്ലേ? ബോണ്ട്. അപ്പൊ 1 വർഷത്തേക്കാണ്. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തെന്ന് അറിയാമോ? ഹോസ്റ്റലിലല്ല നിന്നത്, വേറെ താമസിച്ചു. അപ്പൊ ഈ കുട്ടിയുടെ സഹോദരൻ ഒരു കാര്യം അറിഞ്ഞു. ഈ കുട്ടി ഹൈദരാബാദിലുള്ള ഒരാളുടെ കൂടെയാണ്. കൂട്ടുകാരികൾ ആരാണ്ട് വിളിച്ചത്, വേറെ താമസിക്കല്ല, ഹൈദരാബാദിലുള്ള ഒരുത്തന്റെ കൂടെ താമസിക്കുക. ആളെങ്ങനെയുണ്ട്? തല്ലിപ്പെടും. സങ്കടമായി. ഒരു പൈസ ഇല്ലാതെ പഠിപ്പിച്ചു വരുന്നു. സങ്കടമായി. അമ്മയോട് പറയാൻ പറ്റുമോ? അപ്പനോട് പറയാൻ പറ്റുമോ? ആരോടും പറയാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോൾ സഹോദരൻ എൻ്റെ അടുക്ക് വന്നു. ഇങ്ങനെയാണ് ഒരു പ്രശ്നം, എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാനൊരു വചനം ഇങ്ങനെ ഓർത്തു. സാക്ഷാൽ അവർ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ, ആരാ പറഞ്ഞു? യേശുപുരാൻ പറഞ്ഞ കേട്ടോ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ സഹോദരി വിടുവിക്കപ്പെടാൻ നിനക്ക് നിന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞു, വച്ചു, എനിക്ക് എന്റെ സഹോദരിയെ വേണം വിടുവിക്കാൻ. കർത്താവ് തയ്യാറാകുമെങ്കിൽ ഞാൻ എല്ലാം, ഞാൻ ആ ഫോൺ ഓഫ് ചെയ്തിട്ട് ഒരു മെമ്മറി കാർഡ് കൂടി തന്നേച്ച് പറഞ്ഞു, അച്ഛാ കാണാൻ കൊള്ളാത്ത രീതിയാണ് തന്നെ. ഞാൻ പറഞ്ഞു, ഇത് എനിക്കും വേണ്ട, അത് കളയാം. ഞാൻ രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കും, വേറെ പുസ്തകം വായിക്കുമല്ല. കർത്താവ് സ്നേഹമുള്ളവര്, ഈ യുവാവ് ഇങ്ങനെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഒരു വചനം അയച്ചു കൊടുത്തു. എന്നാ വചനം എന്നറിയാമോ? ഹോശേയയുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം. ആ വചനം ഇങ്ങനെയാണ്: ഞാൻ മുള്ളുവേലി കെട്ടി, മതില് കെട്ടി, പാപം കാണാതെ വണ്ണം അവളുടെ വഴിയടച്ചു. മുള്ളുവേലി കെട്ടി, മതില് കെട്ടി, പാപം കാണാതെ വണ്ണം വഴിയടയ്ക്കും. ദൈവം ഒരു വചനം
ഒരു യുവാവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് പ്രാർത്ഥന ഇതെല്ലാം ചെയ്തപ്പോൾ ദൈവം ഒരു വചനം അയച്ചു കൊടുത്തു. ഹോശേയ 2:6 മുള്ളുവേലി കെട്ടി മതിൽ കെട്ടി എന്ത് ചെയ്യും? വഴിയടച്ച് കളയും. എന്നാ സംഭവിച്ചതെന്ന് അറിയാമോ? ഒരു ദിവസം അവിടെ താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് വന്നു. വല്ലാത്ത ഫ്രോഡാണ്. ആ പെങ്കൊച്ചിനോട് പറഞ്ഞു, നിനക്ക് പോണെങ്കിൽ പോകുന്നു. അവനെ പിടിച്ചോണ്ട് പോയി. കറക്റ്റ് ഈ സഹോദരൻ ട്രെയിൻ കയറി അവിടെ ചെല്ലുക അന്നേ ദിവസം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കൊച്ചിനെ നേരെ ട്രെയിൻ കയറ്റി അങ്ങോട്ട് കൊണ്ടുവന്നു, നാട്ടിലോട്ട്. ഡ്രസ്സൊന്നും എടുത്തില്ല, സർട്ടിഫിക്കറ്റ് മാത്രം കൊടുക്കുക. വിടുവിച്ചു. മതില് കെട്ടി മുള്ളുവേലി കെട്ടി ദൈവം വിടുവിച്ചു. പാപത്തിന്റെ വഴി അടച്ചു. ദൈവം അവിടെ നിന്ന് വിടുവിച്ചു. കർത്താവ് സ്നേഹമുള്ളവരെ, വചനത്തിന് ശക്തിയുണ്ട്. ദൈവം എന്തു പ്രവർത്തിക്കുന്നോ അതെല്ലാം വചനം വഴിയാണ് പ്രവർത്തിക്കുന്നത്. ദൈവം എന്ത് പ്രവർത്തിക്കുന്നോ അതെല്ലാം എങ്ങനെയാണ്? ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോഴാണ് ആരൊക്കെ ഉണ്ടായത്? നമ്മളൊക്കെ ഉണ്ടായത്. ദൈവം വചനം വഴിയാണ് പ്രവർത്തിക്കുന്നത്. സോ ബി റൂട്ടഡ് ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നിയാൽ വിശ്വാസം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശക്തമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒന്നാമത്തെ ഈ സെഷൻ നിർത്തുകയാണ്. കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയാൻ ഇടയാകുമ്പോൾ ദൈവത്തെ കൂടുതൽ അറിയാൻ ഇടയാകും. വിശ്വാസം ശക്തമായിട്ട് വർദ്ധിക്കും. അതിലൂടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിന് പുതിയ ഒരു ചൈതന്യം നൽകുമെന്നുള്ളതിന് സംശയമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.